Sir, I am Vishnu here. Hope you're happy there. Okay. Your wisdom has truly made a huge difference in my life, forever indebted to you. IQ, what would you take on if God is energy? ഗോഡ് എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, അത് ശരിക്കും ഈ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. എൻ്റെ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളും അല്ലെ മറ്റ് ചാർജുള്ള വസ്തുക്കളൊക്കെ അല്ല ആവശ്യമുള്ള വസ്തുക്കളൊക്കെ ചാർജ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ എനർജി ഷോർട്ടേജ് ആണ് ലോകത്തുള്ളത്. ഇഫ് ഗോഡ് ഈസ് എനർജി, ഐ റിക്വസ്റ്റ് യു ടു മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ, പലയിടത്തും നമുക്ക് എനർജി കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ ഇപ്പോൾ സ്പേസ് എക്സ്പ്ലോറേഷൻ ഒക്കെ ഉണ്ട്. സോളാർ വിൻഡ് വെച്ചൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഔട്ടർ സ്പേസിൽ വാഹനങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഭയങ്കര സ്പീഡിൽ. ഗോഡ് എനർജി ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് യു ഹാവ് എനി ആക്സസ് ടു ദാറ്റ് എനർജി സോഴ്സ്, പ്ലീസ് മേക്ക് ഇറ്റ് അവൈലബിൾ സോ ദാറ്റ് ഈ പറയുന്ന കാടിലൂടെ ഒഴുകുന്ന നദികളൊക്കെ തടഞ്ഞു നിർത്തി നമുക്ക് ഡാമൊക്കെ കെട്ടി നശിപ്പിക്കേണ്ട, അവിടുത്തെ ജീവജാലങ്ങൾ പോകുന്നു, എല്ലാം ഒന്നും ആവശ്യമില്ല. പിന്നെ കൽക്കരി കത്തിക്കേണ്ട കാര്യമില്ല. ഇഫ് ഗോഡ് ഈസ് എനർജി, ഓഹ് ദാറ്റ്സ് എ വെരി ഗുഡ്. ഗോഡ് എനർജി ആണെങ്കിലേ നമ്മുടെ എല്ലാ പ്രശ്നവും അതോടൊരു തീരത്തില്ലേ? നീ എന്ത് പറയുന്നു? ഇഫ് ഗോഡ് ഈസ് എനർജി, നമ്മുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടില്ലേ? എനർജി ഷോർട്ടേജ്, കറണ്ട്, ലോക്ക്ഡൗൺ, പിന്നെ ബഹിരാകാശം, പിന്നെ ഈ ബൂസ്റ്റർ കത്തിക്കേണ്ട, റോക്കറ്റ് കത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഗോഡിനെ അവൈലബിൾ ആക്കിയ പോരെ. അപ്പോൾ ഇവർ ഈ ഗോഡ് എനർജി എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ആക്ച്വലി അവരുടെ ഒരു കോൺഫറൻസ് അത്യാവശ്യമായിട്ട് വിളിക്കേണ്ടതാണ് എല്ലാ രാജ്യങ്ങളിലും. ഇന്ത്യയിൽ പ്രത്യേകിച്ച്, ഇന്ത്യയിലാണ് ഈ ഗോഡ് എനർജിയാന്ന് പറയുന്നത്. എനർജിയാണെങ്കിൽ അത് അവൈലബിൾ ആക്കുക. സോ ദാറ്റ് എനർജിക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ കാണിക്കുന്ന ഈ മരണമല്ല, ജീവിക്കാനല്ലേ ആഹാരം കഴിക്കും അല്ലേ? അതൊന്ന് പറഞ്ഞാലോ. നമ്മുടെ ഒരു ക്യാമ്പയിൻ തന്നെ എസൻസിൻ്റെ, ഇഫ് ഗോഡ് ഈസ് എനർജി മേക്ക് ഇറ്റ് അവൈലബിൾ. അവിടെ തന്നെ എഴുതി വെച്ചു. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. താങ്ക് യു Venkatachala. If God is energy, it's wonderful to have an energy. So I know someone who thinks they refer to energy and they mention black holes as the prime examples. Okay. Anyway, thanks for the nice words.